ഇന്നത്തെ ചെറുപ്പക്കാരെ നിങ്ങളെ കളിയാക്കിയതല്ലടാ, നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാ മോനെ. നീ നശിച്ചു പോകുന്നത് കാണാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് പറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാ, അതാ മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ഉളുവെടുക്കുകയാണ്. ഉളുവെടുക്കുന്ന സമയത്ത് കരയുകയാ. സാധാരണ കരച്ചലല്ല, ശരീരത്തിന്റെ നിറമങ്ങ് മാറുകയാണ്. ശരീരത്തിന്റെ നിറമങ്ങ് മാറുകയാണ്. നിറം മാറിപ്പോകുന്ന രീതിയിൽ കിടന്ന് നിലവിളിക്കുകയാണ്, അല്ലാഹുവേ. എല്ലാവരും ചോദിച്ചു, എന്തിനാ തങ്ങളെ കരയുന്നത്? ഉളുവെടുക്കുന്ന സമയങ്ങനെ കരയുന്നത് എന്തിനാ? അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? മോനെ, ഉളുവെടുക്കുന്നത് അല്ലാഹനെ കാണാനാ. ഉളുവെടുക്കുന്നത് അല്ലാഹനെ കാണാനാ. പെങ്ങളെ, ഉളുവെടുക്കുന്നത് പടച്ചവനെ കാണാനാ. പൊന്നുമോള്, ആ ഓർമ്മയാ നിനക്ക് വേണ്ടത്, ആ ഓർമ്മയാ നിനക്ക് വേണ്ടത്. അതുകൊണ്ട് ഉളുവെടുക്കുന്ന സമയത്ത് നിങ്ങളെ സൂക്ഷ്മത പുലർത്തല്. ഇമാം ഗസാലി തങ്ങൾ പറയുകയാണ്, ഈമാനുള്ളവനെ കാണണോ? താടിയിലല്ല, തടമ്പിലല്ല, തൊപ്പിയിലല്ല, പ്രസംഗത്തിലല്ല, ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിലല്ല. മോനെ, ഈമാനുള്ള ഒരു മനുഷ്യനെ കാണണോ? ഈമാനുള്ള ഒരാളെ കാണണോ? പടച്ചവനെ, നന്ദാവര പള്ളിയിൽ ഉളുവെടുക്കുന്ന സ്ഥലത്ത് പോയാ മതിയടാ. ഈമാനുള്ള ഒരുത്തനെ കാണണമെങ്കിൽ പടച്ചവനെ, നന്ദാവര പള്ളിയിൽ ഉളുവെടുക്കുന്ന സ്ഥലത്ത് പോയി ഒരു 5 മിനിറ്റ് നിൽക്കാൻ കഴിയുമോ? അവിടെ നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യർ സമാധാനത്തോടെ ഉളുവെടുക്കുന്നത് കണ്ടാ അവൻ ഈമാനുള്ളതിന്റെ അടയാളമാ. അവൻ ഈമാനുള്ളതിന്റെ അടയാളമാ. അല്ലാതെ പായിൽ ഒരച്ചൊരച്ച് തഴമ്പുണ്ടാക്കുന്നത് അടയാളമല്ല. ഞാൻ അടയാളത്തെ കളിയാക്കിയതല്ല. പഠിച്ചവനെ, അങ്ങനെ നിസ്കാരത്തടമ്പുള്ള എത്രയോ പേര് മോശമായി നടക്കുന്നവരുണ്ട്. ഹജ്ജിന് പോയിട്ട് വന്നിട്ട് മോശത്തരം കാണിക്കുന്നവരുണ്ട്. ഫർദ് ധരിച്ചുകൊണ്ട് ചെയ്യുന്നവരുണ്ട്. താടി വളർത്തിയിട്ട് ചെയ്യുന്നവരുണ്ട്. ചുപ്പയും തൊപ്പിയും ധരിച്ചിട്ട് ചെയ്യുന്നവരുണ്ട്. പ്രസംഗിച്ചിട്ട് അതിനെതിരി പ്രവർത്തിക്കുന്നവരുണ്ട്. അതുകൊണ്ടാ പറഞ്ഞത്, ഈമാനുള്ളവൻ അടയാളമുണ്ട്, ഈമാനുള്ളവൻ അടയാളമുണ്ട്. സമാധാനത്തോടുകൂടി ഉളുവെടുക്കുന്നത് കണ്ടാൽ, സമാധാനത്തോടുകൂടി ഉളുവെടുക്കുന്നത് കണ്ടാൽ അവൻ ഈമാനുള്ളതിന്റെ അടയാളമാണെന്ന് ഇമാം ഗസാലി തങ്ങൾ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. എങ്ങനെ ഉളുവെടുത്ത? സമാധാനത്തോടെ. പറയുമ്പോ രണ്ടും പറയണം. അള്ളാഹുവെ, പള്ളിയിലെ മുഅദ്ദിൻ ഇഖാമത്ത് കൊടുത്തപ്പോ ചിലർ ഉളുവെടുക്കാൻ നിന്നതാ. നിസ്കാരം കഴിഞ്ഞാലും ചിലർ ഉളുവെടുത്ത് തീരാറില്ല. ആ ഉളുവല്ല. അള്ളാഹ് കാക്കുമാറാകട്ടെ. അങ്ങനെ ഒരു വിഭാഗമുണ്ട്. ഉസ്താദ് ഇഖാമത്ത് കൊടുത്തു, മുഅദ്ദിൻ ഇഖാമത്ത് കൊടുത്ത്, ഇമാമ നിസ്കാരം തുടങ്ങി അത്തഹിയ്യാത്തിലെത്തി, അപ്പോഴും ഹൗദിന്റെ കരയിൽ ഇങ്ങനെ ഇരിക്കുന്നവരുണ്ട്. ആ ഉളുവെടുപ്പല്ല, അത് വസ്വാസിൽ ഖന്നാസ്. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹ് കാക്കുമാറാകട്ടെ. ഓനെ ആ ഹൗദിന്റെ ചവിട്ടി തന്നെ കിട്ടേക്കാൻ തോന്നും, അവിടെ തന്നെ അങ്ങ് കബറടക്കാൻ തോന്നും. അങ്ങനത്തെ എടുപ്പാ. ഇരുന്നുകൊണ്ട് പടച്ചവനെ ഇങ്ങനെ, അള്ളാഹുവേ, വസ്വാസ് വല്ലാതെ പിടിപെടുന്ന കാലം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉളുവെടുക്ക്, നല്ലതുപോലെ ഉളുവെടുക്ക്. എന്തിനാ ഇങ്ങനെ വെപ്രാളം കാണിക്കുന്നേ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഉളുവെടുക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം, നിന്നെ അള്ളാഹ് സ്നേഹിക്കും. 5 പ്രതിഫലമായി എണ്ണി പറഞ്ഞത്. 1, അള്ളാഹ് നിന്നെ സ്നേഹിക്കും. അള്ളാഹു നിന്നെ സ്നേഹിക്കും. അള്ളാഹു സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്റെ പേരെഴുതി വെക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്ത് ചെയ്താല്? നിസ്കരിച്ചാലല്ല, പള്ളി കെട്ടിക്കൊടുത്താലല്ല, ഉളുവെടുക്കുമ്പോ നല്ലതുപോലെ എടുത്താൽ. ഉളുവെടുക്കുന്ന സമയത്ത് നല്ലതുപോലെ ഉളുവെടുത്താൽ അള്ളാഹു സ്നേഹിച്ചവരുടെ കൂട്ടത്തിൽ നിന്റെ പേരെഴുതും. 2, നിന്റെ റിസ്കിൽ അള്ളാഹു വിശാലത നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പട്ടിണി കിടക്കുന്നുള്ള പേടി വേണ്ട, പട്ടിണി കിടക്കുമെന്നുള്ള ഭയം നിനക്ക് വേണ്ട. നിനക്ക് മരിക്കുന്ന കാലം അൽഹംദുലില്ലാ, അള്ളാഹു നിന്റെ ഭക്ഷണത്തിൽ വിശാലത നൽകും. അള്ളാഹു നിന്റെ റിസ്കിൽ വിശാലത നൽകും. മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, നിന്റെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറും. എന്തിനിറങ്ങിയാലും തടസ്സം അല്ലേ? എന്തിനിറങ്ങിയാലും തടസ്സം എന്ന് പറയുന്നവരുണ്ട്. നിന്റെ തടസ്സം മാറും.
നല്ല രീതിയിൽ ഉളവെടുത്ത ഒരു മനുഷ്യന് അള്ള കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലം അവന്റെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറും. 4 അള്ളാഹുവിന്റെ മലക്കുകൾ നിന്നെ ഇഷ്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അള്ളാഹുടെ മലക്ക് നിന്നെ സ്നേഹിക്കും. കൂടെ കടന്ന ആമിനെ സ്നേഹിച്ചില്ലെങ്കിലും, കൂടെ കടന്ന ആമിനെ നിന്നെ സഹിച്ചരിച്ചില്ലെങ്കിലും, നിന്റെ മക്കള് നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും അള്ളാഹുവിന്റെ മലക്കുകൾ നിന്നെ സ്നേഹിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 5-ാമത്തെ കാര്യം, നിന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. നിന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും ഒളിവെടുത്താൽ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മോനെ തമാശയല്ലടാ, കളിയല്ലടാ, ഈമാൻ വരെ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറഞ്ഞു തരികയാ, എളുപ്പത്തിൽ പാപം പൊറുക്കാനുള്ള വഴി എന്തെന്നറിയുമോ? സൂക്ഷ്മതയോടുകൂടി ഒളിവെടുത്താൽ അവന്റെ പാപം അല്ലാഹു പൊറുക്കുകയാണ്. ഏതുപോലെ എന്നറിയുമോ? ഏതുപോലെ എന്നറിയുമോ? അതാ കൈ കഴുകി കഴിയുമ്പോൾ അതാ വെള്ളം നിന്റെ നഖത്തിന്റെ മുകളിലൂടെ താഴേക്ക് വീഴുമ്പോ ആ തുള്ളിയിലൂടെ നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇമാം ബുഖാരി തങ്ങൾ ഒരു ഹദീസ് ഉണ്ട്. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിന് വുളു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എങ്ങനെയാണ് വുളു എടുക്കേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു, സഹാബാ, ഞാൻ കാണിച്ചു തന്നതുപോലെ നിങ്ങൾ ആരെങ്കിലും വുളുവെടുത്താ അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അതുകൊണ്ട് 11:30 വിശദീകരിക്കുന്നില്ല. പടച്ചവനെ, 3-ാമത്തെ കാര്യം എന്തെന്നറിയുമോ? 1 ബാങ്ക് വിളിക്കട്, അല്ലെങ്കിൽ ബാങ്ക് വിളിക്കുന്നതിന്റെ കൂടെ ജവാബ് പറയട്. 2 ഷഹാദത്ത് കലിമ പറയുമ്പോ ആ പറഞ്ഞു തന്ന ദുആ നീ ചെയ്യട്. 3-ാമത്തെ കാര്യം എന്തെന്നറിയുമോ? സൂക്ഷ്മതയോടുകൂടി ഒളിവെടുക്കണേ. 4-ാമത്തെ കാര്യം എന്തെന്നറിയുമോ? 4-ാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ തവല്ലഅ വഹുദൂഇ ഹദാ സുമ്മ ഖാമ ഫറകഅ റകഅതൈൻ ലാ യുഹദ്ദിസു ഫീഹിമാ നഫ്സുഹു ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, എളുപ്പത്തിൽ പാപം പൊറുക്കാനുള്ള വഴി എന്തെന്നറിയുമോ? ഞാനും നിങ്ങളും ഒളിവെടുക്കുന്നവരാണ്, ഞാനും നിങ്ങളും ഒളിവെടുക്കുന്നവരാണ്. ആ ഒളിവെടുത്ത് കഴിഞ്ഞ ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ 2 റക്അത്ത് നമസ്കരിച്ചാൽ, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ ഒളിവെടുത്ത് കഴിഞ്ഞിട്ട് ഒരു 2 റക്അത്ത് നമസ്കരിച്ചാൽ അവൻ അതുവരെ ചെയ്തു പോയ ചെറുപാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്. മോനെ, ഒളിവെടുത്ത് കഴിഞ്ഞ 2 റക്അത്ത് നമസ്കരിക്കട്, 2 റക്അത്ത് നമസ്കരിക്കട്. അല്ലാഹുവേ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടല്ലോ, പടച്ചവനെ, അല്ലാഹുവിന്റെ പ്രവാചകർ റബ്ബനുഗ്രഹങ്ങൾ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിലൂടെ മുത്തി നബി നടന്നു പോവുകയാണ്. സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളുണ്ടല്ലോ. അവിടുത്തെ കൊട്ടാരങ്ങളും അരുവികളും പഴങ്ങളും പദവികളും കണ്ടുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോ മുത്തുനബിയുടെ മുന്നിലൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. ആരാണ് നടന്നു പോകുന്നതെന്നറിയില്ല. അല്ലാഹുവിന്റെ റസൂലിന് നല്ല പരിചയമുണ്ട്. ആ നടത്തം കാണുമ്പോൾ റസൂലുള്ളാഹിക്ക് ആരോ പരിചയമുള്ള ഒരു മനുഷ്യനാ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നോക്കുകയാണ്. ആരാണെന്നറിയുന്നില്ലല്ലോ, ആരാണെന്നറിയില്ലല്ലോ. അതാ പറയുന്നു, നബിയേ, ആ പോകുന്നതാരെന്നറിയുമോ? സയ്യിദുനാ ബിലാൽ.
അത് ബിലാലാണ് നബിയേ, അത് ബിലാലാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ആ നടന്നു പോകുന്നത് ബിലാലാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമാവുകയാണ്. മലക്കുകളാണ് ബിലാലിന്റെ പേര് പറയുന്നത്. സ്വർഗ്ഗത്തിൽ എന്റെ മുന്നിലൂടെ നടന്നു പോകുന്നല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ നമസ്കാരം കഴിഞ്ഞു സഹാബത്തിന്റെ മുന്നിലിരുന്നിട്ട് അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, ഇന്നലെ ഞാനൊരു മനുഷ്യനെ കണ്ടു. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ എന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടു സഹാബാ. മലക്കുകൾ ആ ചെറുപ്പക്കാരന്റെ പേര് പറയുകയാ, മലക്കുകൾ ആ ചെറുപ്പക്കാരന്റെ പേര് പറയുകയാണ്. ആരാണ് നബിയേ? അല്ലാഹുവിന്റെ മലക്കുകൾ പേര് പറഞ്ഞ ആ മനുഷ്യൻ ആരാണെന്ന് ചോദിക്കുമ്പോ റസൂലുള്ളാഹി പറയുന്നു, സഹാബാ, അതെന്റെ ബിലാലാണ് സഹാബാ, അതെന്റെ ബിലാലാണ് സഹാബാ. പള്ളിക്കകത്തിരുന്ന് കൊണ്ട് ലോകത്തിന്റെ നേതാവ് ചോദിക്കുകയാണ്, അയിന ബിലാൽ, എന്റെ ബിലാൽ വിട്, എന്റെ ബിലാൽ വിട്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വർഗ്ഗത്തിൽ വെച്ച് കണ്ടു എന്ന് പറയുമ്പോ ബിലാൽ തങ്ങളിരുന്ന് കരയുകയാ, ബിലാൽ തങ്ങളിരുന്ന് കരയുകയാണ്. ലബ്ബൈക യാ റസൂലല്ലാഹ്, ഞാനിവിടെയുണ്ട് നബിയേ, ഞാനിവിടെയുണ്ട് നബിയേ. റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നു, ബിലാലേ, നിന്നെ ഞാൻ സ്വർഗ്ഗത്തിൽ കണ്ടു അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ പേര് പറയുകയാ. നിന്നെ ബിലാലേ മലക്കുകൾക്ക് വല്ലാത്ത സ്നേഹമാ, മലക്കുകൾക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാ ബിലാലേ. അല്ലാഹുവിന്റെ റസൂലിനെ അറിയാനിട്ടല്ല, മുത്തുനബി അവിടെന്ന് ചോദിക്കുന്നു, ബിലാലേ, സ്വർഗ്ഗത്തിൽ ഇത്രയും വലിയ പ്രതിഫലം കിട്ടാ എന്ത് അമലാണ് നീ ചെയ്യുന്നത്? എന്തെങ്കിലും രഹസ്യമായ ഒരു പാപത്ത് ചെയ്യുന്നുണ്ടോ അല്ലാഹുവിന്റെ റസൂലല്ലേ ചോദിക്കുന്നത്? പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. ബിലാൽ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, എപ്പോഴും ഞാൻ ഉളവെടുക്കും നബിയേ, എപ്പോഴും ഞാൻ ഉളവെടുക്കും നബിയേ. ഞാൻ ഉളവെടുത്തു കഴിഞ്ഞ 2 റക്അത്ത് നമസ്കരിക്കും നബിയേ. സഹാബാ, ബിലാലിന് സ്വർഗ്ഗം കിട്ടാനുള്ള കാരണം അതാണ് സഹാബാ. അതുകൊണ്ട് പറയുകയാ, ഒന്നുപെടുത്തു കഴിഞ്ഞാൽ 2 റക്അത്ത് നമസ്കരിച്ചാൽ അവന്റെ പാപങ്ങൾ പൊറുക്കുമെന്നാണ്, അവന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ പൊറുക്കണമെന്നാണ്. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് നിങ്ങൾ എപ്പോഴും ഒന്നുപെടുത്താലും നിസ്കരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഫർദ് നമസ്കരിക്കാൻ ഒന്നുപെടുത്തു കഴിഞ്ഞാൽ ഫർദ് നമസ്കരിക്കാൻ ഒന്നുപെടുക്കുമല്ലോ, അപ്പോഴെങ്കിലും ഒന്ന് നിസ്കരിക്കടാ സഹോദരാ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു സ്വർഗ്ഗത്തിലൂടെ നടന്നു പോകുന്നതായി മുത്തുനബി കാണുകയാ. എന്തേ കാരണം? ഒളുവെടുത്തു കഴിഞ്ഞാൽ നിസ്കരിക്കും. നമ്മളിവിടെ ഫർദ് പോലും നിസ്കരിക്കുന്നില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ബിലാൽ തങ്ങൾ എപ്പോ ഒളുവെടുത്താലും 2 റക്അത്ത് നമ്മൾ നിസ്കരിക്കും. നമ്മൾ പള്ളി പോയിട്ട് ഫർദ് പോലും നിസ്കരിക്കാത്ത മഹാന്മാരാ. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. നിസ്കരിക്കുവോപ്പ? നിസ്കരിക്കുവോ? എവിടെ നിസ്കരിക്കാം അല്ലേ? നിസ്കാരത്തിന്റെ വാർഷികമൊക്കെ കഴിഞ്ഞ് ആഘോഷമെല്ലാം കഴിഞ്ഞ് അടച്ചു വെച്ചു. ഇനി അടുത്ത റജബ് 27 വരണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്ക്. ഞാൻ പറയുന്നത്, സഹോദര, നമുക്ക് നിസ്കരിക്കണം. നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. പള്ളിയിൽ ഫർദ് നമസ്കരിക്കാൻ പോകുന്ന സമയത്ത് ഒളുവെടുക്കണം. ഒളുവെടുത്തു കഴിഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിക്കണം. നിസ്കരിക്കണ്ടേ? പള്ളിക്കകത്ത് കയറുമ്പോ 2 റക്അത്ത് നിസ്കരിക്കണോ? പറഞ്ഞങ്ങാതി. പള്ളിക്കകത്ത് കയറുമ്പോ 2 റക്അത്ത് നിസ്കരിക്കണോ? അപ്പൊ ഒളുവെടുത്തതിന്റെ 2, പള്ളിക്കകത്ത് കയറുമ്പോ നിസ്കരിക്കേണ്ട 2, 4. ഇനി ആ വഖത്തിന്റെ സുന്നത്ത് നിസ്കരിക്കണം.
പറ നിസ്കരിക്കണോ? നാളെ സുബഹിക്ക് ഒതുവെടുത്തു. സുബഹിക്ക് ഒതുവെടുത്താൽ 2 റക്അത്ത് നിസ്കരിക്കണം. പള്ളിക്കകത്ത് കയറിയ 2 റക്അത്ത് നിസ്കരിക്കണം. സുബഹിയുടെ സുന്നത്ത് 2 റക്അത്ത് നിസ്കരിക്കണം. ഇല്ലേ? അപ്പൊ പള്ളിക്കകത്ത് കയറി ഈ നീയത്തോടൊക്കെ കൂടി 2 റക്അത്ത് അങ്ങ് നിസ്കരിച്ചാലോ ഇതെല്ലാം കിട്ടൂലേ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അങ്ങനെയെങ്കിലും നിസ്കരിക്ക്. വേർതിരിച്ച് ഒളുവിന്റെ 2, പള്ളിക്കകത്ത് കയറുമ്പോ 2, സുന്നത്തിന്റെ 2, അങ്ങനെയെങ്കിലും ചെയ്തില്ലെങ്കിൽ ആ സുബഹിയുടെ സുന്നത്തെങ്കിലും നിസ്കരിക്കുക. അത് സാധാരണ സുന്നത്തല്ല, അതിന് വലിയ മഹത്വമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ സുന്നത്ത് നിസ്കരിക്കണമെന്നൊന്നും പറയുന്നില്ല, ഫർളെങ്കിലും നിസ്കരിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. ഫർളെങ്കിലും നിസ്കരിക്ക്. നമുക്കതൊന്നും ഇല്ലല്ലോ. മഹാനായ നബിയിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു ഗോത്രം മുസ്ലിമാകാൻ കടന്നു വന്നു. ഒരു ഗോത്രക്കാരി മുസ്ലിമാകാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്നിട്ട് ചോദിച്ചു, നബിയെ, ഞങ്ങൾ മുസ്ലിമാകാൻ വന്നതാ. മസ്ജിദ് നബവിയിൽ പള്ളിക്കകത്ത് വിളിച്ചു കയറ്റി അവര് റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ വന്നിരുന്നു. അവര് പറഞ്ഞു, ഞങ്ങൾ മുസ്ലിമാകാൻ വന്നതാ, പക്ഷെ ഞങ്ങൾക്ക് ചില കണ്ടീഷൻ ഉണ്ട്. മുസ്ലിമൊക്കെ ആകാം, ചില കണ്ടീഷൻ ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ എന്താ? ഞങ്ങളോട് ജിഹാദ് ചെയ്യാൻ പോകാൻ പറയരുത്. അവര് പറഞ്ഞ ഒന്നാമത്തെ കണ്ടീഷൻ, യുദ്ധക്കളത്തിൽ പോയി ജിഹാദിന് പോകാൻ ഞങ്ങളോട് പറയരുത്, ഞങ്ങൾ പോകൂല. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, രണ്ടാമത്തെ കാര്യം എന്താ? സക്കാത്ത് കൊടുക്കാൻ പറയാൻ പാടില്ല. കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ പാവങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, മൂന്നാമത്തെ കാര്യം എന്താ? നിസ്കരിക്കാൻ പറയാൻ പാടില്ല. ഇല്ലേ, എന്ത് രസമില്ലേ? അവര് പറഞ്ഞ മൂന്നാമത്തെ മറുപടി, നിസ്കരിക്കാൻ പറയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് അവര് കുറെ നാളത്തേക്ക്, താൽക്കാലികം അല്ല, ഖിയാമത്ത് നാൾ വരെയല്ല, കുറച്ചു നാളത്തേക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾക്ക് ജിഹാദിന് പോകാൻ മനസ്സില്ലെങ്കിൽ പോകണ്ട. നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ മറ്റുള്ളവർക്ക് കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ തൽക്കാലം നിങ്ങൾ കൊടുക്കണ്ട. പക്ഷെ നിസ്കാരം നോ കോംപ്രമൈസ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിസ്കാരം അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഇപ്പൊ ഈ പള്ളിക്കകത്തിരുന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞാൽ ഈ വഖത്ത് നിങ്ങൾക്ക് നിസ്കരിക്കൽ നിർബന്ധമായെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ പള്ളിക്കകത്തിരുന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം നിർബന്ധം. അടുത്ത വഖത്തല്ല, അതേ വഖത്ത്. അറിയുമെങ്കിൽ സമയമുണ്ടെങ്കിൽ ചോദിച്ച് പഠിച്ചിട്ട് നിസ്കരിക്ക്. സമയമില്ലെങ്കിൽ അറിയുന്നത് പോലെ നിസ്കരിക്ക്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു ഹദീസ് ഓർത്താൽ മതി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്കാരം എന്ന് പറഞ്ഞാൽ വെള്ളമുണ്ടെങ്കിൽ ഒളുവെടുത്തിട്ട് നിസ്കരിക്കണം. വെള്ളമുണ്ടെങ്കിൽ ഒളുവെടുത്തിട്ട് നിസ്കരിക്കണം. വെള്ളമില്ലെങ്കിൽ മണ്ണുകൊണ്ട് തയമം ചെയ്തിട്ട് നിസ്കരിക്കണം. ഇനി വെള്ളവും മണ്ണുമില്ലെങ്കിൽ ഒളുവില്ലാതെ നിസ്കരിക്കണം. എടാ, വസ്ത്രമുണ്ടെങ്കിൽ ഔറത്തു മറച്ചിട്ട് നിസ്കരിക്ക്. ഇല്ലെങ്കിൽ ഉള്ള വസ്ത്രം കൊണ്ട് നിസ്കരിച്ച്, ഉള്ളത് ധരിച്ച് നിസ്കരിക്ക്. ഇല്ലെങ്കിൽ ഇല്ലാതെ നിസ്കരിക്ക്. എന്നാലും നിസ്കാരം ഉപേക്ഷിക്കാനല്ല പറഞ്ഞേ. വസ്ത്രം ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഉള്ളത് കൊണ്ട് മറയ്ക്ക്. അതും ഇല്ലെങ്കിൽ ഒന്നും ഇടാതെ നിസ്കരിക്ക്. 3, നിന്ന് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ നിൽക്ക്, ഇല്ലെങ്കിൽ ഇരിക്ക്. ഇരുന്ന് നിസ്കരിക്കാൻ പറ്റത്തില്ലെങ്കിൽ കിടക്ക്. കിടന്ന് നിസ്കരിക്കാൻ പറ്റത്തില്ലെങ്കിൽ കൈകാലുകൾ അനക്കി നിസ്കരിക്ക്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. കിബിലയുടെ നേരെ നിന്ന് നിസ്കരിക്ക്. അറിയില്ലെങ്കിൽ അറിയുന്നത് പോലെ നിസ്കരിക്ക്. ഇല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും നിന്ന് നിസ്കരിക്ക്. എന്നാലും നിസ്കാരം ഉപേക്ഷിക്കാൻ പറ്റൂല. ഇതാ ഈമാൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിസ്കാരം എന്ന് പറഞ്ഞാൽ കളിയല്ല. അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയില്ല, ഒന്നുമില്ല. കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന മനുഷ്യൻ, ചിലര് നിന്ന് മൂത്രം ഒഴിക്കും. എപ്പോഴും മൂത്രം പോകും. അവന് നിസ്കാരം നിർബന്ധമാണോ? നിസ്കരിക്കണം. പെണ്ണുങ്ങൾക്ക് മെൻസസ് ആകാറുണ്ട്. ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. എന്നാലും നിസ്കരിക്കണം. അതാ മസല. അതിന് ടൈമുണ്ട്. ആ ടൈം കഴിഞ്ഞാൽ പിന്നെ രോഗരക്തം, മൂത്രം പോകുന്നവരുണ്ട്. പറ്റുന്നത്ര നിനക്ക് ഏറ്റവും കുറഞ്ഞ മൂത്രം പോകുന്ന സമയം എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയം നോക്കി നിസ്കരിക്കുക. ഇല്ലെങ്കിൽ വല്ല തുണിയോ വെച്ചിട്ട് നീ നിസ്കരിച്ചോണം. അത് നോക്കരുത്. എന്നാലും നിസ്കാരം ഉപേക്ഷിക്കാൻ ഒരു ഓപ്ഷൻ ഇല്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, പാപം പൊറുക്കാനുള്ള 4ാമത്തെ എളുപ്പവഴി ഒളുവെടുക്കുക. ഒളുവെടുത്ത് കഴിഞ്ഞാൽ ഉടനെ 2 റക്അത്ത് നിസ്കരിക്കുക. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരെണ്ണം കൂടെ പറഞ്ഞൂടെ? 10 എണ്ണത്തി 5 എണ്ണം 50-50 ഇൻഷാ അല്ലാഹ് ഇരുന്നൂടെ? പറയറോ? ഇരിക്കാൻ 12 മണി വരെ ഇരിക്കാന്ന് നീയത്ത് ചെയ്യുന്ന വരുന്ന കൈപൊക്കിക്ക്. പൈസ ഒതുക്കുമ്പോൾ ഈ ആത്മാർത്ഥതൊക്കെ കാണണം കേട്ടാ. പൈസ വയ്ക്കുമ്പോൾ ഇവിടെയൊക്കെ തന്നെ കാണണം ഇൻഷാ അല്ലാഹ്. അവിടെ ഇരുന്ന കുഴപ്പമില്ല, ഇന്നൊന്നും ഞാൻ പറയത്തില്ല. മതിലിന്റെ മുകളിൽ ഇരുന്ന കുഴപ്പമില്ല. അവിടെ ചങ്ങായിമാരെ എവിടെങ്കിലും ഇരിക്കാൻ പറ്റുന്നിടത്ത് കയറിയിരുന്നു ഇൻഷാ അല്ലാഹ്. താഴെ വീഴാതെ മക്കളെ നോക്കിക്കോണം കേട്ടോടാ. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. സലാത്തു സല്ലല്ലാഹു اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അഞ്ചാമത്തെ കാര്യം എളുപ്പത്തിൽ പാപം പൊറുക്കാനുള്ള 5-ാമത്തെ വഴി എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അന്നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ അൽ മലായികത്തു തുസല്ലി അലാ അഹദികും മാ ദാമ ഫീ മുസല്ലാ الذي صلى فيه ما لم يحدث تقول اللهم اغفر له اللهم ارحمه. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്ന എളുപ്പത്തിൽ പാപം പൊറുക്കാനുള്ള 5-ാമത്തെ വഴി എന്തെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ നമസ്കരിക്കുന്നവരാ, പള്ളിയിൽ പോയി നിസ്കരിക്കുന്നവരുണ്ട്. പെണ്ണേ, നീ പള്ളിയിലല്ല വീട്ടിലല്ലേ നമസ്കരിക്കേണ്ടത്? നിനക്ക് വീടിന്റെ ഉള്ളറയിൽ നമസ്കരിക്കലല്ലേ ഏറ്റവും വലിയ ഉത്തമമെന്ന് മുത്തുനബി പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പാപം പൊറുക്കാനുള്ള 5-ാമത്തെ എളുപ്പ വഴി എന്തെന്നറിയുമോ സഹാബാ? നിസ്കരിച്ച മുസല്ലയിൽ ഇരിക്കടാ ചെറുപ്പക്കാരാ. പള്ളിയിൽ പോയി 5 വഖത്ത് നിസ്കരിക്കുമല്ലോ, ഓടല്ലേ പൊന്നുമോന്? പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടല്ലേടാ. പടച്ചവനെ, പള്ളിയിലെ ഇമാമു സലാം വീട്ടിക്കഴിഞ്ഞ പടച്ചവനെ ദിക്ർ പറയാ സമയമില്ല, ദുആ ചെയ്യാ സമയമില്ല. ഇറങ്ങി ഓടുകയാണ്. വല്ലാത്ത തിരക്കാണല്ലോ. എന്തിനാടാ ധൃതി കാണിക്കുന്നത്? അല്ലാഹുവേ, പടച്ചവരെ, അതാ വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യത്തിനെ പിടിച്ച് കരയിലിട്ടാൽ ഒരു മുത്തുനബി പറയുകയാണ്, ഇന്നത്തെ ചെറുപ്പക്കാരെ കുറിച്ച് വെള്ളിയാഴ്ച ജുമഅയ്ക്ക് പള്ളിയിൽ പോകുമല്ലോ. അല്ലാഹുവേ, പള്ളിയിൽ ജുമഅ നമസ്കാരം കഴിഞ്ഞ് ഇമാം സലാം വീട്ടിയാ ഇറങ്ങി ഓടുകയാ. പലരും ദുആ കേൾക്കുന്നത് വീട്ടിൽ നിന്നാണ്. അതുപോലെ ഓട്ടമാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയുമോ? വെള്ളത്തിൽ കിടക്കുന്ന മീനിനെ പിടിച്ച് കരയിലിട്ടാ അത് വെള്ളത്തിലേക്ക് പോകാ പിടയുമല്ലോ. ഇതുപോലെയാണ് ചിലര് പള്ളിക്കകത്ത് കയറിയാൽ അവർക്കെങ്ങനെയും പുറത്തു പോകണം. ആ മീന് വെള്ളത്തിന്റെ കത്ത് തിരിച്ചു പോകുമ്പോൾ ആ പോകുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്നത് പോലെ പള്ളിക്കകത്ത് കിടന്നു കഴിഞ്ഞാൽ തീരുന്നില്ലല്ലോ തമ്പുരാന്. ആഴ്ചയിൽ ഒരു വെള്ളിയാഴ്ചയാണ് പള്ളിയിൽ വരുന്നത്. അതും കയറി വരുന്നത് ഇമാം കൈകെട്ടുന്ന സമയത്താ. ആ നമസ്കാരത്തിൽ പടച്ചവര് ഒന്ന് സലാമിട്ടെങ്കിൽ ഇറങ്ങി ഓടാമായിരുന്നല്ലോ. എന്തൊരു ധൃതിയാ മോനെ. എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരേ, നമസ്കാരം കഴിഞ്ഞ് ഉടനെ എഴുന്നേക്കല്ലേ.
പടച്ചവനെ നമസ്കാരം കഴിഞ്ഞു, അതാ പടച്ചവനെ സുബ്ഹാനല്ലാഹ് പറഞ്ഞു, അൽഹംദുലില്ലാഹ് പറഞ്ഞു, അല്ലാഹു അക്ബർ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. ഉസ്താദ് ദുആ ചെയ്തു, 3 സ്വലാത്ത് പറഞ്ഞു പിരിയുകയാണ്. എന്നാലും എഴുന്നേക്കരുത്, എന്നാലും എഴുന്നേക്കരുത്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യൻ നമസ്കാരപ്പായിലിരുന്നാൽ, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ നിസ്കാരം കഴിഞ്ഞ് നിസ്കാരപ്പായിലിരുന്ന, നമസ്കാരം കഴിഞ്ഞ എഴുന്നേറ്റ് കൂടുകയാണ്. സഫിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നവരുണ്ട്, പോയിട്ട് തൂണിൽ ചാടുന്നവരുണ്ട്, ഭിത്തിയിൽ ചാടിയിരിക്കാൻ തിരുതി കാണിക്കുന്നവരുണ്ട്. എഴുന്നേറ്റ് പോകല്ലേ വാപ്പാ, നിനക്ക് ആരോഗ്യമുണ്ടെങ്കിൽ അവിടെ തന്നെ ഇരിക്ക്, നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്ക്. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ദുആ ചെയ്യുകയാ. ആ നിസ്കാരപ്പായിലിരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവന് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കണേ അല്ലാഹുമ്മ റഹ്മഹു, ഈ മനുഷ്യനോട് കരുണ കാണിക്കണേ ആ നിസ്കാരപ്പായിലിരിക്കുന്ന സമയമത്രയും അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ പാപം പൊറുക്കാർ, നിനക്ക് സ്വർഗ്ഗം അല്ലാഹു തരാർ, നിനക്ക് നരകമോചനം തരാ. അല്ലാഹുവേ, നിന്റെ പാപങ്ങൾ മുഴുവനും പൊറുക്കുന്നതിന് വേണ്ടി, അല്ലാഹു നിന്നോട് കരുണ കാണിക്കുന്നതിന് വേണ്ടി, അല്ലാഹു നിനക്ക് സ്വർഗ്ഗം തരുന്നതിന് വേണ്ടി അറിയാതെ മലക്കുകൾ നിന്റെ തലയുടെ മുകളിൽ നിന്ന് ദുആ ചെയ്യുകയാ. ഇതിനെക്കാലം എന്തേ വേണ്ടത്? 1 മിനിറ്റ് ആണെങ്കിൽ, 5 മിനിറ്റ് ആണെങ്കിൽ ആ നമസ്കാരപ്പായിൽ തന്നെ ഇരിക്കുവാപ്പാ. ഇത് ഞാൻ പറഞ്ഞതല്ലല്ലോ, ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ലല്ലോ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങളല്ലേ പറഞ്ഞത്, ഇമാം ബുഖാരി തങ്ങളല്ലേ ഹദീസ് വിശദീകരിക്കുന്നത്. ലോകത്തിന്റെ നേതാവ് പറയുകയോ, നമസ്കാരം കഴിഞ്ഞ അതേ മുസല്ലയിൽ ഇരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്, അവന് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുവിന്റെ കാരുണ്യം വർഷിക്കുകയാണ്. അതുകൊണ്ട് സഹാബാ, പാപം പൊറുക്കാനുള്ള 10 വഴികളിൽ 5ാമത്തെ വഴി എന്തെന്നറിയുമോ? നിസ്കാരപ്പായിലിരിക്കണേ, നിസ്കരിക്കുന്ന മുസല്ലയിലിരിക്കണേ. മലക്കുകളുടെ പ്രാർത്ഥന നിനക്ക് കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മറക്കല്ലേ ചെറുപ്പക്കാരാ, മറക്കല്ലേ പെങ്ങള്, 5 മറന്നു പോകരുത്. 1 ബാങ്ക് വിളിക്കണം, 1 കഴിയുമെങ്കിൽ ബാങ്ക് വിളിക്കൂ, അല്ലെങ്കിൽ മുഅദ്ദിന്റെ കൂടെ ജവാബ് പറ. 2 അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോ, റളിതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ എന്ന് പറയുന്ന ദുആ നീ ചെയ്യടേ. ചെയ്താ നിന്റെ പാപം പൊറുക്കുകയാ. 3ാമത്തെ കാര്യം എന്തെന്നറിയുമോ? നല്ലതുപോലെ ഉദവെടുക്കടേ. വെള്ളത്തുള്ളികൾ താഴെ വീഴുമ്പോ നിന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തരികയാ. 4ാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഉദവെടുത്തു കഴിഞ്ഞാ 2 റക്അത്ത് നിസ്കരിക്കണേ. നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരികയാ. 5ാമത്തെ കാര്യം എന്തെന്നറിയുമോ? നിസ്കരിക്കുന്ന മുസല്ലയിൽ നിന്ന് എഴുന്നേറ്റ് ഓടല്ലേ. ഒരല്പനേരമെങ്കിലും നീ ആ സ്ഥലത്ത് ഇരിക്ക്. അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ പാപം പൊറുക്കാ, നിന്നോട് കരുണ കാണിക്കാ, നിനക്ക് പുറത്തു തരാ, നിനക്ക് സ്വർഗ്ഗം തരാ, നിന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താ. അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ ദുആ ചെയ്ത് പിരിയാ, തൗബ ചെയ്തിട്ട് പിരിയാ. ഇത്രയും നേരം പറഞ്ഞത് ചെറുപാപങ്ങളാ. വൻപാപങ്ങൾ ചെയ്തവരുണ്ടോ?
വൻപാപങ്ങൾ ചെയ്തവരുണ്ടോ പൊറുക്കാനുള്ള വഴി എന്തെന്നറിയുമോ? അല്ലാഹുവേ, പടച്ചറപ്പിന്റെ മുന്നിൽ പൊട്ടിക്കരന്നിട്ടുള്ള തൗബയാ. അല്ലാഹുവിനോട് തൗബ ചെയ്യണേ ചെറുപ്പക്കാരാ, പടച്ചവനോട് തൗബ ചെയ്യടാ പുന്നമോര്. പാപങ്ങൾ പടച്ചറപ്പിനോട് ഏറ്റുപറയട്, പശ്ചാത്തപിച്ച് മടങ്ങടൂ. എന്റെ പ്രിയപ്പെട്ടവരെ, പാപം പൊറുക്കാനുള്ള എളുപ്പവഴി എന്തെന്നറിയുമോ? അല്ലാ, ചെയ്യാ ഭാഗ്യം തരണേ അല്ലാ. പാപം പൊറുക്കാനുള്ള ഒരു എളുപ്പവഴി, 40 വൻപാപങ്ങൾ പൊറുക്കാനുള്ള ഒരു എളുപ്പവഴി അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? വേണ്ടേ? വേണോ വേണ്ടേ? വേണോ വേണ്ടേ? വേണോ എന്നുള്ളവരൊന്ന് കൈപൊക്കിക്കേ. ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്നിട്ട് അടുത്ത് വാ, എല്ലാവരും കയറിയിരുന്ന് വാ, കയറിയിരിക്കടോ. ദുആ ചെയ്യാറായതുകൊണ്ടാ. മക്കളെ, നിങ്ങൾ അവിടെ തന്നെ ഇരുന്നോ. എന്നിട്ട് കയറി ഇങ്ങോട്ട് കയറി കസേര എടുത്തോ. കസേര എടുത്തോണ്ട് കയറി, പൊടി ഇളക്കരുത്. ഇൻഷാ അല്ലാഹ് ചെയർ പൊക്കി ഫ്രണ്ടിലോട്ടിരി. വാ ഇൻഷാ അല്ലാഹ്. ഇത് കൂടെ പറഞ്ഞിട്ട് അവിടെ ഇരുന്നോ. അവിടെ തന്നെ ഇരുന്നോ. ഇനിയിപ്പോ പൊക്കിയിട്ട് സമയമില്ല. ഇൻഷാ അല്ലാഹ് ഇരുന്നോ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. 40 വൻപാപം പൊറുക്കാനുള്ള ഒറ്റ എളുപ്പവഴി, 40 വൻപാപം പൊറുക്കാനുള്ള എളുപ്പവഴി അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ. എന്റെ പ്രിയമുള്ളവരെ, എഴുന്നേറ്റ് ഓടുന്നവരിത് കേട്ടിട്ട് പോകടാ ചെറുപ്പക്കാരാ. ഇത്രയും നേരം ഇവിടെ ഇരുന്നിട്ട് ഈ വൻപാപം പൊറുക്കുന്ന സമയത്ത് നിന്ന് ഇബ്ലീസ് ഓടിക്കുകയാ. രക്ഷപ്പെടാൻ പാടില്ലല്ലോ, ഇവൻ നരകത്തിലകപ്പെടണമല്ലോ. അതുകൊണ്ട് ശൈത്താനാണ് നിന്നെ ഇവിടെ നിന്ന് ഓട്ടിക്കുന്നത്. അല്ലെങ്കിൽ ഈ നന്മ പറയുന്ന സമയത്ത് നീ എഴുന്നേറ്റ് പോകുമോ? അല്ലാഹുവേ, ദുആ ചെയ്യാൻ പോകുന്ന സമയമല്ലേ, 40 പേരിൽ കൂടുതലില്ലേടാ പൊന്നുമോനെ. ദുആയ്ക്ക് ഉത്തരമുള്ള മജ്ലിസല്ലേ, അതുകൊണ്ട് എഴുന്നേറ്റ് പോകല്ലേ. പ്രതിഫലത്തിന്റെ സമയമാകുമ്പോ ഓടല്ലേ. അല്ലാഹുവിന്റെ റസൂൽ വേണ്ടത് വഅലല്ല കേട്ടോ. ഉസ്താദെ, ഖത്തീബ് ഉസ്താദ് എന്ത് ഉണ്ടോ? അപ്പൊ ഇനി നന്ദാവരയിൽ വേണ്ടത് വഅലല്ല. പ്രസിഡന്റ് എന്താ ജമാഅത്തിന്റെ? അല്ല വെറുതെ വിടുമെന്ന് നിങ്ങൾ കരുതിക്കണ്ട കേട്ടോ. ജമാഅത്തിന്റെ പ്രസിഡന്റിനോടും ഖത്തീബിനോടും കമ്മിറ്റിക്കാരോടും പറയുന്നു, അത്യാവശ്യം വഅലല്ല വേണ്ടത്. മയ്യത്ത് കുളിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നിർബന്ധമായിട്ടും ഈ നാട്ടുകാരെ പഠിപ്പിച്ച നിങ്ങൾ രക്ഷപ്പെടും. ഇല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്ക. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു കാക്കുമാറാകട്ടെ. അതല്ലേ വേണ്ടത്, അതല്ലേ വേണ്ടത്. കാരണം ഒരു മയ്യത്ത് കുളിപ്പിക്കാൻ, പിന്നെ ഇപ്പൊ ഇവിടെ ആരാ കുളിപ്പിക്കുന്നത്? ഉസ്താദിനുണ്ടോ? ഖത്തീബ് ഉസ്താദ് പുതിയതാ, ഉസ്താദിന് അറിയത്തില്ല. ഉസ്താദ് ഇപ്പോഴാ കാണുന്നത് ഇങ്ങനൊരവസ്ഥ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നിർബന്ധമായിട്ടും മയ്യത്ത് കുളിപ്പിക്കുന്നതിനെ കുറിച്ച് പള്ളി വെച്ചൊരു ക്ലാസ് നടത്തണം കേട്ടോ ഉസ്താദ്. ഇൻഷാ അല്ലാഹ് എൻ്റെ ജോലി കഴിഞ്ഞു, ഞാൻ രക്ഷപ്പെട്ടു. എൻ്റെ ജോലി കഴിഞ്ഞു, ഇനി ഇവരുടെ കാര്യം. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ മയ്യത്ത് കുളിപ്പിക്കാൻ പഠിക്കണം കേട്ടാ. താത്തമാരെ കേട്ടാ, സ്വന്തം തന്നെ കുളിക്കേണ്ട പാട് വലിയ പാടാ അല്ലേ. ബാത്റൂമിൻ്റെ അകത്ത് കയറുമ്പോൾ വേണ്ട, വിവാദമാക്കാൻ വയ്യ. വേണമെങ്കിൽ എൻ്റെ നെഞ്ചത്തോട്ട് കയറും. ഞാൻ എന്തെങ്കിലും പറയും. കന്നിമൂലയാണ് ഇപ്പം എന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കണേ. അത് ഞാൻ കന്നിമൂലയെക്കുറിച്ച് പറഞ്ഞതാ ഇപ്പം എൻ്റെ നെഞ്ചത്ത്. ഞാൻ ഉദാഹരണം ചോദിക്കട്ടെ. ബാത്റൂമിൽ കയറുന്ന സമയത്ത് അറബി പറയാൻ പാടുണ്ടോ? ഉണ്ടോ? അറബി വാക്കുകൾ പറയാൻ പാടുണ്ടോ? ഖുർആനോ ദിക്റോ വല്ലതും പറയാൻ പാടുണ്ടോ? ഇല്ല. ഇന്നത്തെ വീടുകളിലെ ബാത്റൂം എന്ന് പറഞ്ഞാൽ ബാത്റൂമും കുളിപ്പരയും ഒരുമിച്ചല്ലേ? എന്തേ മനുഷ്യന്മാരെ ഒരുമിച്ചല്ലേ? ഞാൻ ചോദിക്കണമെന്നിരിക്കുന്നത്, എനിക്ക് അറിയാത്തൊരു കാര്യമാണ്. ഈ പെണ്ണുങ്ങള് വലിയ അശുദ്ധിയുടെ കുളിക്കുന്ന സമയത്ത് ഒന്നാം ഷഹാദത്ത്, 2ാം ഷഹാദത്ത് ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്. ഈ പെണ്ണുങ്ങൾ കുളിക്കണ സമയത്ത് വെള്ളം ഇങ്ങനെ ഒഴിക്കുമ്പോൾ 1ാം ഷഹാദത്ത്, 2ാം ഷഹാദത്ത് ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ ബാത്റൂമിൽ കയറി നിന്നിട്ടാ പറയണേ. ഏപ്പാ പെണ്ണുങ്ങളെ, എനിക്കറിയില്ല. ഈ അടുത്തൊരു സംശയം ചോദിച്ചത്, എനിക്ക് എൻ്റെ മറുപടി പറയാനില്ല. അപ്പോഴാണ് ഞാൻ അറിയണേ ഈ കുളിക്കുന്ന സമയത്ത് 1ാം ഷഹാദത്തൊക്കെ പറയണമെന്ന്. അപ്പൊ ഇന്നത്തെ അധികം ബാത്റൂമുകളും ടോയ്ലറ്റും
ഹമ്മാം രണ്ടും ഒരുമിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ കുളിക്കുമ്പോൾ അതിനകത്തിരുന്നിട്ട് ഈ വലിയ ശുദ്ധിയുടെ കുളിക്കുമ്പോഴൊക്കെ ഒന്നാം കാര്യം ഷഹാദത്ത് കഴിയുമ്പോൾ ബാത്റൂമിൽ നിന്നാ പറയണേ. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ പഠിക്കണം കേട്ടോ. അതൊന്ന് ഉസ്താദിൻ്റെ മസലകളൊക്കെ ചോദിച്ചു പഠിക്കണം. ഞാൻ നിങ്ങളെ വസ്വാസിലാക്കിയതല്ല, ഞാനിങ്ങനെ ചിന്തിച്ചു പോയി അതൊക്കെ പറയണമെന്ന് അപ്പോഴാണ് അറിയണേ. വലിയ ശുദ്ധിയുടെ കുളിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ പറയണമെന്നുണ്ടോ ഉസ്താദ്? നീയത്ത് വെച്ചാൽ മതി, അതന്നെ പറയാൻ പാടില്ല. നിങ്ങൾ മനസ്സിൽ കരുതിയാൽ മതി. അങ്ങനെ എന്തെങ്കിലും പറയണമെങ്കിൽ തന്നെ അത് മനസ്സിൽ കരുതണമെന്ന. ബാത്റൂമിനകത്ത് നിന്നുകൊണ്ട് ഇതങ്ങ് പറയുന്നവരുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു അതിനകത്ത് കയറി ഒന്നും പറയാൻ പാടില്ല എന്നല്ലേ. അതൊക്കെ മനസ്സിൽ പറയുന്നൊരവസ്ഥ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 40 വൻപാപം പൊറുക്കണോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ മയ്യത്ത് വീട്ടിലേക്ക് കടന്നു പോകണം, മരിച്ച വീട്ടിലേക്ക് നിങ്ങൾ കടന്നു പോകണം. പെങ്ങള്, ഈ നന്ദാവരയിൽ ഏതെങ്കിലും ഒരു പെണ്ണ് മരിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണിന്റെ മരണ വീട്ടിലേക്ക് നീ കടന്നു പോകണം. എന്നിട്ടല്ലാ ആ മയ്യത്ത് കുളിപ്പിക്കുന്നതിന് വേണ്ടി എടുത്തങ്ങോട്ട് കടത്തുന്ന സമയമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മയ്യത്ത് കുളിപ്പിക്കണമടാ. എടാ പൊന്നുമോനെ, മയ്യത്ത് കുളിപ്പിക്കട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മയ്യത്ത് കുളിപ്പിക്കുന്നതിന്റെ പ്രതിഫലമാ, മയ്യത്ത് കുളിപ്പിക്കുന്നതിന്റെ പ്രതിഫലമാ. ഏതെങ്കിലും ഒരു മനുഷ്യന് മയ്യത്ത് കുളിപ്പിക്കുകയാണ്, ആരാകട്ടെ, വാപ്പയാകട്ടെ, നിന്റെ കൂടപ്പിറപ്പാകട്ടെ, നിന്റെ കുടുംബക്കാരനാകട്ടെ, നാട്ടുകാരനാകട്ടെ, നിനക്ക് പരിചയമില്ലാത്ത ഒരു മനുഷ്യനാകട്ടെ, മയ്യത്ത് കുളിപ്പിക്കുന്നവർക്ക് പടച്ചറപ്പ് തരുന്ന പ്രതിഫലമാണ്. മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു തരികയാ, ഏതെങ്കിലും ഒരു മനുഷ്യനെ മയ്യത്ത് കുളിപ്പിച്ചിട്ട് ആ മയ്യത്തിന്റെ ന്യൂനത പറയല്ലേ. മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് ഇനിയെങ്കിലും പഠിച്ചു വെച്ചോ, മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് മയ്യത്തിന്റെ പല ന്യൂനതകളും നിനക്ക് കാണാം. കാരണം ചലനമറ്റ് കിടക്കുന്ന ശരീരമാ, അദ്ദേഹത്തിന്റെ പലതും നിനക്ക് കാണാൻ പറ്റുന്ന സമയമാണ്. ചിലരൊക്കെ മയ്യത്ത് കുളിപ്പിച്ചിട്ട് വന്ന് പറയുമല്ലോ, പടച്ചവനെ വല്ലാതെ പരമൂത്ര വിസർജനം നടത്തിയിരുന്നെന്ന്, അവന്റെ ശരീരത്തിൽ ഇന്ന അടയാളമുണ്ട്, ഇങ്ങനെയൊക്കെയായിരുന്നു എന്ന് പുറത്ത് പറയുന്നവരുണ്ടല്ലോ. പറയല്ലേ വാപ്പാ, പറയല്ലേ പെങ്ങള്, അത് രഹസ്യമായി വെക്കേണ്ട കാര്യമാ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യന് മയ്യത്ത് കുളിപ്പിച്ചു, അള്ളാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് മയ്യത്ത് കുളിപ്പിച്ചു, എന്നിട്ട് ആ മയ്യത്തിന്റെ ശരീരത്ത് കണ്ട ന്യൂനതകളുണ്ടല്ലോ, പറയാതെ മറച്ചു വെച്ചാ അവന്റെ 40 പാവങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ പഠിക്കണേ ചെറുപ്പക്കാരാ, പഠിക്കടാ പൊന്നുമോന്. ആവശ്യമില്ലാത്തത് മുഴുവനും പഠിച്ചു വെക്കാൻ വല്ലാത്ത കഷ്ടപ്പാടാണല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇൻഷാ അല്ലാഹ് ഉറൂസൊക്കെ കഴിഞ്ഞാൽ പടച്ചവനെ നിങ്ങളുടെ ജമാഅത്തിന്റെ കീഴില് എന്നെങ്കിലും ഒരു ദിവസം പടച്ചവനെ മയ്യത്ത് കുളിപ്പിക്കുന്നതിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരു ക്ലാസ് നടത്തുമല്ലോ. അന്ന് പോയിരുന്ന് പഠിക്കട്. എങ്ങനെയാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് മയ്യത്ത് പൊതിയേണ്ടത്, ഇതിനെക്കുറിച്ച് പഠിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാ. നിങ്ങളെ മറന്നു പോകരുത്. നിന്റെ ഉമ്മാനെ കുളിപ്പിക്കാൻ നിനക്ക് പറ്റിയില്ലല്ലോ. എന്റെ പെൺമക്കളോട് പറയുകയാ, മക്കളെ 9.5 മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട പെറ്റുമ്മ, ആ ഉമ്മ മരിച്ചിട്ട് ഉമ്മാടെ മയ്യത്ത് കുളിപ്പിക്കാൻ എടുത്തു വെക്കുമ്പോ നാട്ടുകാരെ വിളിക്കേണ്ട ഒരു ഗതികേട് വരരുത്, നാട്ടുകാരെ വിളിപ്പിക്കേണ്ട ഒരു ഗതികേട് വരരുത്, അറിയില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ട ഒരവസ്ഥ വരരുത്. എന്റെ ഉമ്മ എന്നെ ഒരുപാട് കുളിപ്പിച്ചതാണല്ലോ, എന്റെ വാപ്പ എന്നെ ഒരുപാട് ചുമന്നുകൊണ്ട് നടന്നതാണല്ലോ. നന്ദാവരയിലെ ചെറുപ്പക്കാരാ, സിറാജ് സ്നേഹം കൊണ്ട് പറയുകയാ, മോര് നിന്റെ വാപ്പയ്ക്ക് നിന്റെ വാപ്പയുടെ ജനാസ കുളിപ്പിക്കാൻ അറിയില്ലായിരുന്നു. നിനക്കാഗതി വരരുത്, നിനക്കാഗതി വരരുത്. നിന്റെ ഉപ്പാട മയ്യത്ത് വീടിന്റെ സൈഡിൽ മറത്തിക്കിടത്തുമ്പോ പാടച്ചാലത്ത് പോയിട്ട്
നിന്റെ കണ്ണിൽ നിന്ന് ഒഴുകി വീഴുന്ന കണ്ണുനീരിൽ കുളിപ്പിക്കണമടാ ചെറുപ്പക്കാരാ. കാരണം മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ ശരീരമുണ്ടല്ലോ, അതിനകത്ത് ഒരു തുള്ളി വെള്ളം വീഴാ വല്ലാത്ത വേദനയാമോര്. മയ്യത്ത് കുളിപ്പിക്കുന്നവരോട് പറയുകയാണ്, അറിയാത്തവരെ കുളിപ്പിക്കരുത്, അറിയാത്തവരെ കുളിപ്പിക്കരുത്. സാധാരണ ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ പോലെയല്ല, പടച്ചവരെ ക്രൂരത കാണിക്കുന്നവരുണ്ട്, ആ മയ്യത്തിനോട് കരുണ കാണിക്കാത്തവരുണ്ട്. ആ ശരീരത്തിന് വല്ലാത്ത വേദനയാ. അതുകൊണ്ടാണ് വെള്ളമൊഴിക്കുന്ന സമയത്ത് പോലും നിങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ട് ഒഴിക്കല്ലേ, ശരീരത്തിനോട് ചേർത്ത് വെച്ചൊഴിക്കാൻ പറഞ്ഞത്. ആ വെള്ളം ഇങ്ങനെ മുകളിൽ നിന്ന് താഴെ പിടിച്ചാൽ അവരുടെ ശരീരം വേദനിക്കുന്നത് കാരണമാണ്. ചെറുപ്പക്കാരാ, പൊന്നുമോനെ, ഉപ്പാന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ ഉപ്പാടെ തലയെടുത്ത് കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട്, മോനെ ഉപ്പാടെ തലയിൽ നിന്റെ കൈ കൊണ്ട് തടകണ്ടേടാ, ഉപ്പയുടെ മുഖമൊക്കെ ഇങ്ങനെ കഴുകി കൊടുക്കണ്ടേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഉമ്മ ഒരുപാട് കുളിപ്പിച്ചതല്ലേ, ഒരുപാട് നിന്നെ ഒരുക്കിയതല്ലേ, ഒരുപാട് നിന്നെ കൊണ്ടു നടന്നതല്ലേ. ആ പ്രിയപ്പെട്ട മാതാവിന്റെ മയ്യത്തെങ്കിലും കുളിപ്പിക്കാൻ പഠിക്കണം പെണ്ണ്. അല്ലാതെ വാട്സപ്പിലും യൂട്യൂബിലും കയറിയിരുന്നിട്ടുള്ള കളിയല്ല, ആവശ്യമില്ലാത്ത കളികൾ മുഴുവനും പഠിക്കുമല്ലോ. എല്ലാ ചെറുപ്പക്കാരാ, കൂട്ടുകാര് 4 പേര് ഒരുമിച്ചിരുന്നിട്ട് ഗെയിം കളിക്കുന്ന കാലമല്ലേ. എന്ത് പറ്റിയടാ പൊന്നുമോന്, എന്ത് പറ്റിയടാ പൊന്നുമോന്, നീ ഇങ്ങനെ ആകണ്ടവനല്ലല്ലോ, നീ ഇങ്ങനെ ആകണ്ടവനല്ലല്ലോ. നിന്റെ കോലവും നിന്റെ രൂപവും കണ്ടാ സങ്കടം തോന്നുകയാ ചെറുപ്പക്കാരാ. പലരും വന്ന് കൈപിടിക്കുമ്പോ അവന്റെ മുടി കാണുമ്പോ മോനെ ഇത് വെട്ടണമെന്ന് പറയാൻ തോന്നുന്നൊരവസ്ഥയാ. അതുകൊണ്ട് എന്റെ ചങ്ങാതിമാരോട് പറയുകയാ, ഈ സ്നേഹിക്കുന്നത് എന്തിനു വേണ്ടിയെന്നറിയുമോ? എടാ, സ്നേഹിക്കുന്നത് സ്വർഗത്തിൽ പോകാനാ ചെറുപ്പക്കാരാ, അല്ലാതെ വയല് കിട്ടാനല്ല, ആള് കൂടാനല്ല. ആള് കൂടിയാലും കൂടിയില്ലെങ്കിലും ഒന്നുമില്ലല്ലോ മോനെ. ഇതുകൊണ്ട് നാളെ റബ്ബിന്റെ മുന്നിൽ രക്ഷപ്പെടണമല്ലോ. ഇവിടെ വന്ന് കിടന്ന് 2 മണിക്കൂർ നിലവിളിക്കുന്നത് കൊണ്ട് ആയുസല്ലേടാ പോകുന്നത്, ഈ ശബ്ദമല്ലേ പോകുന്നത്, നരമ്പ് തേഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. എന്നിട്ടും എന്തേ പറയുന്നതെന്നറിയോ? എനിക്ക് നന്നാകാൻ പറ്റുമല്ലോ. 2 മണിക്കൂർ മൈക്കിന്റെ മുന്നിൽ കിടന്ന് നിലവിളിക്കുമ്പോ ഈ പറയുന്നത് എന്റെ ജീവിതത്തിൽ ചെയ്യാൻ എനിക്കൊന്ന് തോന്നുമല്ലോ. എവിടെ നിന്നൊക്കെയോ ഒരുപാട് ദൂരം സഞ്ചരിച്ച് കടന്നു വരുന്ന ചെറുപ്പക്കാരാ, ഈ പറയുന്നതിൽ ഏതെങ്കിലും നീ ഒരെണ്ണം ചെയ്താ എന്റെ പ്രസംഗത്തിൽ നിന്ന് ഈ 2 മണിക്കൂർ ഇവിടെ കിടന്ന് നിലവിളിക്കുമ്പോ 500-600 കിലോമീറ്റർ ഓടി ഇവിടെ വന്നിട്ട് ഈ വയല് പറയുന്നത് പൈസ കിട്ടാനാണെന്ന് നീ കരുതിയോടാ? ഇല്ലടാ ചെറുപ്പക്കാരാ, ഇല്ലടാ പൊന്നുമോനെ. നിങ്ങൾ ആരെങ്കിലും എന്റെ വയല് കേട്ടിട്ട് ഒരു നന്മ ചെയ്താ നീയും ഞാനും രക്ഷപ്പെട്ടു പോയടാ പൊന്നുമോനെ. നമുക്ക് 2 പേർക്കും രക്ഷപ്പെടണമടാ. അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയുകയാ, മക്കളെ നന്നാകടാ, നന്നാകാം പൊന്നുമക്കള്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളെ ജീവിതത്തിൽ മുറുകെ പിടിക്കൂ. നീ ചെറുതെന്ന് പറയുന്ന തള്ളിക്കളയുന്ന പാപമുണ്ടല്ലോ, നീ നിസാരമായി ചെയ്യുന്ന പാപമുണ്ടല്ലോ, അത് നിനക്ക് നാശമാടാ. എന്റെ പെങ്ങള്, റസൂലുള്ളാഹി തങ്ങളാണ് പറഞ്ഞത്, ആയിഷ വലിയ പാവങ്ങളെ നിനക്ക് പേടിയോ? ചെയ്യാതിരിക്കാമല്ലാത്ത സൂക്ഷ്മതയോ? പക്ഷേ ചെറിയ പാവങ്ങളുണ്ടല്ലോ, അത് നീ ചെയ്തു കൂട്ടരുത്, നിസാരമായി കാണരുത്. നിന്റെ കണ്ണിലത് ഇബ്ലീസ് ചെറുതാക്കി കാണിക്കുകയാണ്. അങ്ങനെ ചെയ്ത് നീ നരകത്തിന്റെ അവകാശിയാ. അല്ലാഹുവേ, ഞങ്ങളെ കാക്കണേ അല്ലാ, ഞങ്ങളെ കാക്കണേ അല്ലാ.
അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പടച്ചവനെ അള്ളാന്റെ മുന്നിൽ ദുആ ചെയ്ത് പിരിയാ. ഇൻഷാ അല്ലാഹ് 5 കാര്യം കൂടെയുണ്ട്. പടച്ചവനെ നിങ്ങളുടെ പരിസരത്ത് എവിടെയെങ്കിലും ബാലുണ്ടെങ്കിൽ ഇത്രയും ദൂരം സഞ്ചരിച്ച് വരണമെന്ന് ഞാൻ പറയുന്നില്ല. മൊബൈലിലൂടെയെങ്കിലും നിങ്ങളതൊന്ന് കേൾക്കട്, അത് നിങ്ങളൊന്ന് പഠിക്കട്, അത് നിങ്ങളുടെ ജീവിതത്തിലൊന്ന് ചെയ്യട്. എങ്കിലും ഞാനും നിങ്ങളും സ്വർഗത്തിലാ. നമ്മൾ അല്ലാഹുവിന്റെ സ്വർഗത്തിലെ കൂട്ടുകാരാ. നമ്മൾ അർശിന്റെ താഴെ ഒരുമിച്ചാ. അപ്പോഴാണ് സ്നേഹബന്ധമുണ്ടാകുന്നത്. ആ സ്നേഹത്തിനാണ് വിലയുണ്ടാകുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയുകയാ, പൊന്നുമക്കള്, ഈ മക്കാമിൽ കിടക്കുന്ന മഹാന്റെ ഉറൂസ് നടത്തുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ ഉറൂസിന് വന്നിട്ട് ഈ മഹാന്റെ പൊരുത്തക്കേട് വാങ്ങിച്ചു വെക്കല്ലേ. ഒരുപാട് ജനം കൂടുന്ന സ്ഥലമാ. പെങ്ങള് ഉറൂസിന് വരുന്ന സമയത്ത് നീ നല്ല മനസ്സോടുകൂടി വരട്. ഒരു ദുശീലവും നിന്റെ മനസ്സിൽ വരരുത്. ഒരു മോശമായ ചിന്തയും വരരുത്. ഒരു മോശമായ കാര്യവും നിന്റെ ഭാഗത്ത് നിന്നുണ്ടാകരുത്. അങ്ങനെ ഉണ്ടായാ ഇവരെ ആദരിച്ച സ്വർഗത്തിൽ പോകാ, ഇവരെ ഇഷ്ടപ്പെട്ട സ്വർഗത്തിൽ പോകാ. ഇവരല്ല ആദരിച്ചവരാ, ഇവരല്ല ഇഷ്ടപ്പെട്ടവരാ, ഇവരല്ലാനെ അറിഞ്ഞവരാ. ഇവരെ നമ്മൾ സ്നേഹിച്ചാ നമുക്കും രക്ഷപ്പെടാ. അല്ലാഹുവേ, ഈ മക്കാമിൽ കിടക്കുന്ന മഹാന്റെ പൊരുത്തം നൽകണേ അല്ലാ. അവിടത്തെ ഗുരുത്വം നൽകണേ അല്ലാ. അവിടത്തെ തർബിയത്ത് നൽകണേ അല്ലാ. ആ മഹാന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. പടച്ചവരെ, എന്തെങ്കിലും ഒരു മോശമായ കാര്യം, എന്തെങ്കിലും ഒരു മോശമായ കാര്യം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ പുറത്തു തരണേ അല്ലാ. നീ പുറത്തു തരണേ അല്ലാ. അതപകേടാക്കല്ലേ അല്ലാ. ആഖിബത്ത് മോശമാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, നിങ്ങൾ പറഞ്ഞതും കേട്ടതും ഇരുന്നതുമല്ല മീസാനിൽ നന്മയുടെ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാ.